Good morning. ഡിസ്കഷൻ ഒക്കെ കഴിഞ്ഞോ? ഇവിടെ എന്തൊക്കെയോ മെസ്സേജ് ഒക്കെ ഇട്ട് പരസ്പരം സംസാരിക്കണ്ട എല്ലാവരും. ഓക്കെ, കഴിഞ്ഞോ നിങ്ങളുടെ ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പിലുള്ള ഒരു സംസാരം? ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാ പഠിച്ചതൊക്കെ വായിച്ചു നോക്കിയായിരുന്നു എല്ലാവരും? അത്രയും സെക്ഷൻ ഒന്ന് റീഡ് ചെയ്തായിരുന്നോ? എടുത്ത അത്രയും ഓക്കെ ചെയ്തോ? യെസ്. ഓക്കെ ഓക്കെ അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് കുറച്ച് എടുക്കുന്നുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എക്സാം ഒക്കെ നടക്കുവാണ് ഇപ്പോ. അപ്പൊ അതുകൊണ്ട് എക്സാമിന് വേണ്ടി പഠിക്കണം, ഇത് PG-യുടെ പുതിയത് പഠിക്കണം. അപ്പൊ അതൊക്കെ കാരണം കുറച്ച് പോർഷൻസ് ആണ് നമ്മൾ കുറച്ച് എടുക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ആ എടുക്കുന്ന അത്രയും ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കണം കേട്ടോ. പിന്നെ അതും ഇതും കൂടിയൊക്കെ കൺഫ്യൂസ്ഡ് ആവരുത്. അപ്പോ മാക്സിമം നമ്മള് എക്സാമിനെ തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഇത് നമുക്ക് വായിച്ചു പോകണം. അന്ന് എടുക്കുന്നത് ഒന്ന് വായിച്ചു വെക്കുക. അതുകൊണ്ട് തന്നെ എക്സാം ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചെടുക്കുന്നുള്ളൂ. ഓക്കെ, അതുകൂടി നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യരുത്. ഇതൊന്ന് വായിച്ചു വെക്കണം കേട്ടോ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഹെൽത്ത് സെനാരിയോ പറഞ്ഞത് അല്ലെ, ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് കഴിഞ്ഞു, സെക്കൻഡ് പാരഗ്രാഫ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു അല്ലെ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ഹെൽത്ത് സെനാരിയോയില സിൻസ് ദ ഇൻഡിപെൻഡൻസ്, ജസ്റ്റ് ഒന്ന് പറയാം. ഇൻഡിപെൻഡൻസ് ആയപ്പോഴേക്കും നമുക്ക് സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യയില് ആ ഹെൽത്ത് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ധാരാളം പ്രോഗ്രസ്, ധാരാളം പുരോഗതികൾ കൈവരിച്ചു. അപ്പോ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഹെൽത്ത്, ഇന്ത്യയിലെ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിന് ധാരാളം പുരോഗതികൾ കൈവരിച്ചു. അപ്പൊ അവിടെ സ്മോൾ പോക്സ് ഇല്ലാതായി. പക്ഷെ നമ്മൾ കോളറയിൽ നിന്നും മറ്റുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡിസീസുകൾ, അതിൽ നിന്നുള്ള മോർട്ടാലിറ്റി റേറ്റ്, മരണനിരക്ക് എന്ത് ചെയ്തു? കുറഞ്ഞു, ഡിക്രീസ്ഡ്. അപ്പൊ സ്മോൾ പോക്സ് എലിമിനേറ്റ് ഇല്ലാതായി. പിന്നെ കോളറയിൽ നിന്നും മറ്റുള്ള രോഗങ്ങളിൽ നിന്നുമുള്ള ആ ഒരു മോർട്ടാലിറ്റി റേറ്റ്, മരണനിരക്ക് എന്ത് ചെയ്തു? കുറഞ്ഞു. പക്ഷേ കോളറ അല്ലെങ്കിൽ ട്യൂബർകുലോസിസ് ഒന്നും കുറഞ്ഞിട്ടില്ല. അതിൽ നിന്നുള്ള ശരിക്കും കാണുന്നില്ലേ? ഷെയർ ചെയ്തിട്ടേക്കുന്ന സ്ക്രീൻ കാണല്ലേ? നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? യെസ്, ഓക്കെ ആണല്ലോ. യെസ്. അതിനകത്ത് അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? ആ കോളറ അല്ലെങ്കിൽ മറ്റുള്ള രോഗങ്ങളിൽ നിന്നുള്ള മരണനിരക്ക് അവിടെ കുറഞ്ഞു. പക്ഷെ കോളറ അല്ലെങ്കിൽ ട്യൂബർകുലോസിസ് ഒന്നും അത് നമ്മള് വരുന്നത് അല്ലെങ്കിൽ അത് എന്ത് ചെയ്യുന്നില്ല, അത് കുറഞ്ഞിട്ടില്ല. പക്ഷെ അതിൽ നിന്നുള്ള മരണനിരക്ക് കുറഞ്ഞു എന്നാണ് പറഞ്ഞത്. പിന്നെ അടുത്ത് പറഞ്ഞേക്കുന്നത് നോക്കിയേ, the situation concerning public sanitation, പൊതു ശുചിത്വവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സാഹചര്യം. പ്രൈവറ്റ് ഹെൽത്ത് സെന്റേഴ്സ്, പ്രതിരോധ ആരോഗ്യ സംരക്ഷണം. പിന്നെ അതുപോലെ തന്നെ ഈ കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്, സാംക്രമിക രോഗങ്ങൾ, അതിന്റെ ഒരു നിയന്ത്രണം. പിന്നെ ഹെൽത്ത് എഡ്യൂക്കേഷൻ നീഡ്, ഇതൊക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഇതെല്ലാം മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ ഈ രോഗങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നതൊന്നും കുറഞ്ഞിട്ടില്ല. അതിൽ നിന്നുള്ള മരണനിരക്ക് മാത്രമേ കുറഞ്ഞുള്ളൂ. അപ്പൊ ആ ഒരു പ്രശ്നത്തെ നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണം? അവിടെ പൊതു ശുചിത്വവുമായി ബന്ധപ്പെട്ട് വരുന്ന സാഹചര്യങ്ങള്, പിന്നെ പ്രിവെന്റീവ് ഹെൽത്ത് കെയർ, പ്രതിരോധ ആരോഗ്യ സംരക്ഷണം, ആ സാംക്രമിക രോഗങ്ങളുടെ നിയന്ത്രണം, പിന്നെ ഹെൽത്ത് എഡ്യൂക്കേഷൻ നീഡ്സ്, ഇതെല്ലാം എന്ത് ചെയ്യേണ്ടതുണ്ട്? ടു ബി എൻഹാൻസ്, ഇതെല്ലാം മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ഇനി നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് ഇൻ അഡീഷൻ, അതിന്റെ ഒപ്പം തന്നെ എന്താണ്? ടു ദ ഡിസീസ് ഓഫ് പോവർട്ടി ആൻഡ് മാൽന്യൂട്രീഷൻ, അതായത് ദാരിദ്ര്യം മൂലം അല്ലെങ്കിൽ നമുക്ക് പോഷകാഹാരക്കുറവ് മൂലം ഉണ്ടാകുന്ന ആ രോഗങ്ങള്. പോവർട്ടി എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം മൂലം അല്ലെങ്കിൽ മാൽന്യൂട്രീഷൻ, പോഷകാഹാരക്കുറവ് മൂലം ഉണ്ടാകുന്ന ആ എന്നീ രോഗങ്ങൾക്ക് പുറമെ
പിന്നെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് റിലേറ്റഡ് ടു അർബനൈസേഷൻ, നഗരവൽക്കരണവുമായി ബന്ധപ്പെട്ട് വരുന്ന നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഏതൊക്കെയാണ്? ഡയബറ്റിക് മെലിറ്റസ്, ഹൈപ്പർ ടെൻഷൻ, കാർഡിയോവാസ്കുലർ ഡിസീസ് ആൻഡ് ക്യാൻസർ ആർ എ കോസ് ഓഫ് കൺസേൺ. ഇതെല്ലാം നമ്മളെ ചെയ്യുന്നുണ്ട്, അതൊക്കെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇതെല്ലാം ഒരു ആശങ്കാജനകമാണ്. പിന്നെ അതിന്റെ ഒപ്പം തന്നെ പിന്നെ റോഡ് ട്രാഫിക് ആക്സിഡന്റ്സ്, ജെറിയാട്രിക് പ്രോബ്ലംസ്, ജെറിയാട്രിക് എന്ന് പറഞ്ഞാൽ എന്താ? വയോജന പ്രശ്നങ്ങള്. ആൻഡ് ക്യാൻസർ ആർ ദ കോസ് ഓഫ് കൺസേൺ. road traffic accidents, geriatric problems and complication of autoimmune deficiency syndromes, AIDS are also on the rise. ഇതെല്ലാം എന്ത് ചെയ്യുന്നതാണ്? അതിന് പുറമെ ഈ രോഗങ്ങൾ, ട്രാഫിക് ആക്സിഡന്റ്സ്, റോഡ് ട്രാഫിക് ആക്സിഡന്റ്സ് ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. പിന്നെ വയോജനങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങള്, പിന്നെ എയ്ഡ്സ്, ഓട്ടോ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം, ഇതെല്ലാം വർദ്ധിച്ചു വരികയാണ്. അത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അല്ലെ. ആ ഒരു പാരഗ്രാഫ് കൂടി നമ്മൾ പറഞ്ഞാൽ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഓക്കെ though hospitals, dispensaries, public health centers and other medical facilities are present, they are not enough to sustain the growing needs of Indian significant population. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? എങ്കിലും ഹോസ്പിറ്റലുകള്, ഡിസ്പെൻസറികള്, പബ്ലിക് ഹെൽത്ത് സെന്റേഴ്സ്, അതുപോലെ മറ്റുള്ള മെഡിക്കൽ ഫെസിലിറ്റി, ഇതെല്ലാം ഇന്ന് നമുക്കിപ്പോ ടുഡേ നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആണ് അല്ലെ. ഇതെല്ലാം നിലവിലുണ്ട്. നമുക്കിപ്പോ പ്രസന്റ് നമുക്ക് ഈ ഫെസിലിറ്റികളൊക്കെ ഉണ്ട്. ഏതാ? ഹോസ്പിറ്റലുകളും ഡിസ്പെൻസറികളും പബ്ലിക് ഹെൽത്ത് സെന്റേഴ്സും മറ്റുള്ള മെഡിക്കൽ ഫെസിലിറ്റികളും എല്ലാം ഇന്ന് നിലവിലുണ്ടെങ്കിലും they are not enough to sustain the growing needs of Indian significant population. അതായത് ഗണ്യമായ നമ്മുടെ ആ ഇന്ത്യയിലെ ഒരു ഗണ്യമായ ജനസംഖ്യയുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങള് നിലനിർത്താനായിട്ട് അതെന്തല്ല, അത് പര്യാപ്തമല്ല. അപ്പൊ ഈ ഹോസ്പിറ്റലുകളും ഡിസ്പെൻസറീസും ഹെൽത്ത് സെന്ററും മെഡിക്കൽ ഫെസിലിറ്റി ഒക്കെ ഇന്ന് നിലവിലുണ്ടെങ്കിൽ പോലും എന്താ പറഞ്ഞേക്കുന്നത്? ഇപ്പോ ഈ ഇന്ത്യയിലെ ഗണ്യമായ ജനങ്ങളുടെ ആവശ്യങ്ങൾ, അവരുടെ ഗ്രോയിങ് നീഡ്സ്, അതായത് വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങള് നിലനിർത്താനായിട്ട് അത് ഇന്നല്ല, അത് പര്യാപ്തമല്ല. They are not enough to sustain the growing needs of Indian significant population. അപ്പൊ ഇങ്ങനെയുള്ള ഫെസിലിറ്റികളൊക്കെ ഇപ്പോഴുണ്ടെങ്കിൽ പോലും നമ്മള് ഇപ്പൊ ഇന്ത്യയിലെ ഗണ്യമായ ആളുകളുടെ വർദ്ധിച്ചു വരുന്ന ആ ആവശ്യങ്ങൾ നിലനിർത്താൻ അത് പര്യാപ്തമല്ല. ഓക്കെ, നെക്സ്റ്റ്, റൂറൽ access to quality medical service has to be refined. റിഫൈൻ ചെയ്യുക എന്ന് വെച്ചാൽ അത് പുരോഗമിക്കുക എന്നുള്ള ഒരു മീനിങ് ആട്ടോ. അതായത് ഗുണനിലവാരമുള്ള ഒരു മെഡിക്കൽ സേവനത്തിലേക്കുള്ള ഗ്രാമീണ ഒരു പരിശീലനം, പ്രവേശനം, അത് പരിഷ്കരിക്കണം. റിഫൈൻ ചെയ്യുക, പരിഷ്കരിക്കുക. അതായത് നമ്മളിപ്പോ ഒരു റൂറൽ ഏരിയയിലൊക്കെ ആ ഗ്രാമപ്രദേശത്തൊക്കെ ഇങ്ങനെയുള്ള നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു മെഡിക്കൽ സർവീസ് എന്ത് ചെയ്യണം? കൊണ്ടുവരണം. കുറച്ചും കൂടി നമ്മുടെ ഗ്രാമപ്രദേശത്ത് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള മെഡിക്കൽ സേവനങ്ങള് എന്ത് ചെയ്യണം? അത് കൊണ്ടുവരണം. അതായത് അവിടെയും എന്ത് ചെയ്യണം? നല്ലൊരു ക്വാളിറ്റി പരിഷ്കരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഗുണനിലവാരമുള്ള ഒരു മെഡിക്കൽ സേവനത്തിലേക്കുള്ള ഗ്രാമീണ പ്രവേശനം പരിഷ്കരിക്കണം എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചത് എന്താ? നമ്മളിപ്പോ റൂറൽ ഏരിയയിലുള്ള മെഡിക്കൽ ഫെസിലിറ്റി, അതിനുള്ള ക്വാളിറ്റി എന്ത് ചെയ്യണം? കുറച്ചും കൂടി ബെറ്റർ ആക്കേണ്ടതുണ്ട്. അപ്പൊ അതും കൂടി എന്ത് ചെയ്യണം? അവിടെ ഇംപ്ലിമെന്റ് ചെയ്യണം. അത് പരിഷ്കരിക്കേണ്ടത് ആവശ്യമാണ്. The deficient manpower of doctors in public sector hospital is also a concern for health authorities. Deficient എന്ന് വെച്ചാൽ എന്താ? കുറവ്.
Deficient manpower of doctors in public sectors. പബ്ലിക് സെക്ടേഴ്സ് പൊതുമേഖലയിലുള്ള ഡോക്ടേഴ്സിന്റെ ആ എണ്ണം, അതിന്റെ മാൻപവർ ഓഫ് ഡോക്ടേഴ്സ്, ആ ഡോക്ടേഴ്സിന്റെ എണ്ണം എങ്ങനെയാ, കുറവാണ് അല്ലെ, ഡെഫിഷ്യന്റ് ആണ്. ഹോസ്പിറ്റലില്, പൊതുമേഖലാ ഹോസ്പിറ്റലില്, പബ്ലിക് സെക്ടേഴ്സിലുള്ള ഹോസ്പിറ്റലില് ഡോക്ടർമാരുടെ എണ്ണം അത് കുറവാണ്. അത് എന്താണ്, അപ്പോ ഹെൽത്ത് അതോറിറ്റീസിനെ അത് ഒരു ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അത് ഹെൽത്ത് അതോറിറ്റീസിനെ ആശങ്കപ്പെടുത്തുന്നു. അവിടെ 3 പോയിന്റ് പറയുന്നുണ്ട് കേട്ടോ, അത് 3 ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഒന്നാമത്തെ കാര്യം പറയുന്നത് എന്താണ്, പബ്ലിക് സെക്ടറിലുള്ള ഡോക്ടേഴ്സിന്റെ എണ്ണം, ഡെഫിഷ്യന്റ് മാൻപവർ, ആ ഡോക്ടേഴ്സിന്റെ എണ്ണം കുറവ് എന്നുള്ളത്, കുറവാണ്. നമുക്കറിയാം പബ്ലിക് ഹോസ്പിറ്റലുകൾ, പൊതുമേഖലാ ഹോസ്പിറ്റലുകൾ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടേഴ്സിന്റെ എണ്ണം കുറവായിരിക്കും. ഇപ്പൊ ഒരു ഡോക്ടർ തന്നെയായിരിക്കും ഒരുപാട് പേരുടെ നമ്മൾ നോക്കേണ്ടത്. ഡ്യൂട്ടിയിലൊക്കെ ആണെങ്കിലും കാഷ്വാലിറ്റിയിലൊക്കെ ആണെങ്കിലും നമ്മൾ ഒരു ഡോക്ടറൊക്കെ ആയിരിക്കും ചിലപ്പോ ഉണ്ടാവുക. അപ്പൊ അവര് വേണം എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പൊ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, പബ്ലിക് സെക്ടർ ഹോസ്പിറ്റലുകളില് അല്ലെങ്കിൽ പൊതുമേഖലാ ഹോസ്പിറ്റലുകളില് ഡോക്ടേഴ്സിന്റെ കുറവ്, അത് ഹെൽത്ത് അതോറിറ്റീസിനെ എന്ത് ചെയ്യുന്നു, ആശങ്കപ്പെടുത്തുന്നു. കൺസേൺ വെച്ചാൽ ആശങ്കപ്പെടുത്തുക. Then, furthermore, the infrastructure required in the hospital, like medicine, furniture, and equipment, are not sufficient to serve the population. രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞേക്കുന്നത്, കൂടാതെ the infrastructure required in the hospital, ആ ഹോസ്പിറ്റലിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ, ആ ഹോസ്പിറ്റലിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഏതൊക്കെയാ, ലൈക്ക് മെഡിസിൻ, ഫർണിച്ചറുകള്, പിന്നെ മറ്റുള്ള എക്യുപ്മെന്റ്സ്, ഇതെല്ലാം എന്താ, ആർ നോട്ട് സഫിഷ്യന്റ് ടു സെർവ് ദ പോപ്പുലേഷൻ, ആ ഒരു ജനങ്ങളെ സെർവ് ചെയ്യുന്നതിന് പര്യാപ്തമല്ല, സഫിഷ്യന്റ് അല്ല, നോട്ട് സഫിഷ്യന്റ്, അതും ഒരു കാര്യമാണ്. ഓക്കെ, ഹെൽത്ത് അതോറിറ്റീസിനെ ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളാണത്. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ഏതാണ്, ആ പബ്ലിക് സെക്ടറിലുള്ള ഹോസ്പിറ്റലിലുള്ള ആ ഡോക്ടേഴ്സിന്റെ എണ്ണം അത് കുറവാണ്, ആ ഡോക്ടേഴ്സിന്റെ എണ്ണം കുറവും. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ, ഹോസ്പിറ്റൽ മെഡിസിന്റെ കുറവ്, ചിലപ്പോൾ ഫർണിച്ചറുകള്, മറ്റുള്ള എക്യുപ്മെന്റ്സിന്റെ ഒക്കെ ഡെഫിഷ്യൻസി, അതിന്റെ ഒക്കെ കുറവും നമുക്കപ്പോ നമ്മുടെ സഫീഷ്യന്റ് പോപ്പുലേഷനിൽ അവരുടെ ഇപ്പൊ നമ്മൾ ചെല്ലുന്ന ആളുകൾക്കൊക്കെ സെർവ് ചെയ്യാനായിട്ട് അത് അത്രയും പര്യാപ്തമല്ല, സഫീഷ്യന്റ് അല്ല. ഇനി കോമ്പൗണ്ടിങ് ദ പ്രോബ്ലം, അത് കൂടാതെ മറ്റു കാര്യമാണ്, അത് സങ്കീർണമാക്കുന്ന മറ്റൊരു പ്രശ്നമാണ്, ഗവൺമെന്റ് സ്പെൻഡിങ് ഓൺ ഹെൽത്ത് സർവീസ് ഈസ് നോട്ട് അപ് ടു ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നോംസ് ഓഫ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഇൻ ഹെൽത്ത് കെയർ. മൂന്നാമത്തെ ഒരു കാര്യം പറഞ്ഞേക്കുന്നത്, ഈ നമ്മൾ ഹെൽത്ത് കെയർ സർവീസിന് വേണ്ടി ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്ന പൈസ, ഗവൺമെന്റ് സ്പെൻഡിങ് ഓൺ ഹെൽത്ത് കെയർ സർവീസ്, ആ ഹെൽത്ത് കെയർ സർവീസിന് വേണ്ടി ഗവൺമെന്റ് ചെലവാക്കുന്ന അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു പൈസ, അത് എന്തിന്റെ മാനദണ്ഡത്തിനനുസരിച്ചല്ല, ഈസ് നോട്ട് അപ് ടു ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നോംസ്, ആ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ WHO മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചല്ല. അതും എന്ത് ചെയ്യുന്നു, ഈ ഒരു പ്രശ്നം സങ്കീർണമാക്കുന്നു. 3 കാര്യങ്ങളെ പറഞ്ഞേക്കണം കേട്ടോ. ആരോഗ്യ സേവനങ്ങൾക്കായിട്ട് സർക്കാർ ചെലവാക്കുന്ന അല്ലെങ്കിൽ സർക്കാർ ചെലവഴിക്കുന്ന ചെലവ്, ആരോഗ്യ രംഗത്തുള്ള മൊത്തം ഒരു ആഭ്യന്തര ഉൽപാദനത്തിന്റെ WHO, ആ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ നോംസ് ആൻഡ് റെഗുലേഷൻസ്, അതിന്റെ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചല്ല എന്നുള്ളതും ഈ ഒരു പ്രശ്നം സങ്കീർണമാക്കുന്നു. അവിടെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്, ജസ്റ്റ് 3 ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാട്ടോ, ഒന്ന് മനസ്സിലാക്കി വെക്കാം നിങ്ങൾ. ഒന്നാമത്തെ എന്തായിരുന്നു പറഞ്ഞത് നമ്മള്, ഡോക്ടേഴ്സിന്റെ മാൻ പവർ അല്ലെ, ഡെഫിഷ്യന്റ് മാൻ പവർ ഓഫ് ഡോക്ടേഴ്സ് ഇൻ പബ്ലിക് സെക്ടർ ഹോസ്പിറ്റൽ, അത്രയാണ് ചെയ്തില്ല. ഓക്കെ, പൊതുമേഖലാ ഹോസ്പിറ്റലുകളിലുള്ള ഡോക്ടേഴ്സിന്റെ എണ്ണം, അതിന്റെ കുറവ്. രണ്ടാമത്തെയാണ് ഇൻഫ്രാസ്ട്രക്ചർ. നമ്മൾ പറഞ്ഞു ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വെച്ചാൽ അടിസ്ഥാന സൗകര്യങ്ങൾ, അത് സഫീഷ്യന്റ് അല്ല അല്ലെ, മെഡിസിൻ ആവശ്യത്തിന് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഫർണിച്ചറുകള്, എക്യുപ്മെന്റ്സ്, ഇതൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ ആ പോപ്പുലേഷൻ, നമ്മുടെ ജനങ്ങളെ സർവ് ചെയ്യാനായിട്ട് അത് അത്രയും സഫീഷ്യന്റ് അല്ല. രണ്ടാമത്തെ ഒരു കാര്യം.
പിന്നെ മൂന്നാമത്തെ എന്താ, ഈ ഹെൽത്ത് സർവീസിന് വേണ്ടി ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയാ, അത് WHO നോംസിന് അനുസരിച്ചില്ല. മൂന്ന് കാര്യങ്ങളാണ് കേട്ടോ. മൂന്നും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. ഓക്കെ, ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി നെക്സ്റ്റ് നോക്കിയേ. However, എന്നിരുന്നാലും the public sector is not expanding its health service. Okay, എന്നിരുന്നാലും എന്താ പറഞ്ഞേ, ഈ the public sector is not expanding its health service. Public sector expand ചെയ്യുന്നില്ല, ആ health service expand ചെയ്യുന്നില്ല. Then അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവര് നോക്കേണ്ടതല്ലേ. അപ്പൊ സഫീഷ്യന്റ് ആയിട്ടുള്ള ഡോക്ടർ വേണം അല്ലെ, നമ്പർ ഓഫ് ഡോക്ടേഴ്സ്. അപ്പൊ എത്ര നമ്മള് ആളുകൾ അവിടെ ചെന്നാലും എല്ലാവരെയും നോക്കുന്ന രീതിയിൽ മാൻ പവർ ഡോക്ടേഴ്സിന്റെ എണ്ണം വേണം, കൂട്ടണം. പിന്നെ അതുപോലെ ഇൻഫ്രാസ്ട്രക്ചറും കൂട്ടണം അല്ലെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അതെല്ലാം ഹെൽത്ത് അതോറിറ്റീസിനെ എന്ത് ചെയ്യാണ്, അവരെ ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അപ്പൊ എന്നാലും എന്താ, the public sector is not expanding its health service. ഈ പബ്ലിക് സെക്ടർ പൊതുമേഖല ഹോസ്പിറ്റലുകള് എന്താണ്, അത് ആ ഹെൽത്ത് സർവീസ് എക്സ്പാൻഡ് ചെയ്യുന്നില്ല എന്ന്. നോട്ട് എക്സ്പാൻഡിങ് ഇറ്റ്സ് ഹെൽത്ത് സർവീസ് ഉണ്ടോ. എന്നിരുന്നാലും ഈ പൊതുമേഖല ഈ ഹെൽത്ത് സർവീസ് എക്സ്പാൻഡ് ചെയ്യുന്നില്ല, അത് വികസിപ്പിക്കുന്നില്ല. കുറച്ചും കൂടി ഡോക്ടേഴ്സിന് കൂട്ടിയോ ഫെസിലിറ്റി കൂട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ ചെയ്യുന്നില്ല. Then private, cooperative and other non-profit organizations have started hospitals and are providing medical service to the public. ഉണ്ടോ. അപ്പൊ എന്താ, പ്രൈവറ്റ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ആൻഡ് അതർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന പല സംഘടനകളും എന്ത് ചെയ്തു, ഹാവ് സ്റ്റാർട്ടഡ് ഹോസ്പിറ്റലുകൾ ആരംഭിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അവര് ഈ പബ്ലിക്കിന് വേണ്ടിയിട്ട് ഈ മെഡിക്കൽ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, പ്രൈവറ്റ്, കോപ്പറേറ്റീവ്, മറ്റുള്ള നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ഇതെല്ലാം ഹോസ്പിറ്റലുകൾ സ്റ്റാർട്ട് ചെയ്തു. ഹാവ് സ്റ്റാർട്ടഡ് ഹോസ്പിറ്റൽ, ഇതെല്ലാം ഹോസ്പിറ്റലുകൾ ആരംഭിച്ച് എന്ത് ചെയ്യുന്നു, ആൻഡ് ആർ പ്രൊവൈഡിങ് മെഡിക്കൽ സർവീസ് ടു ദ പബ്ലിക്. പബ്ലിക്കിന് ഒരു മെഡിക്കൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. Besides, the government of India is taking additional steps to improve health care. കണ്ടോ, ഹെൽത്ത് കെയർ ഇംപ്രൂവ് ചെയ്യുന്നതിന്, ഒരു ആരോഗ്യ സംരക്ഷണം നൽകുന്നത് ഇന്ത്യ ഗവൺമെന്റ് കൂടുതൽ നടപടികള് എന്ത് ചെയ്യുന്നു, കൈക്കൊള്ളുന്നുണ്ട്. ബിസൈഡ്, ഇതിന്റെ ഒപ്പം തന്നെ ബിസൈഡ് the government of India is taking additional steps to improve health care. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽത്ത് കെയർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് കുറച്ച് അഡീഷണൽ സ്റ്റെപ്സുകൾ കൈക്കൊള്ളുന്നുണ്ട്. For example, ആയിട്ട് പറഞ്ഞേക്കാണ്, the government has from time to time appointed various committees to address the widespread problem in the healthcare sectors. അതായത് ഈ ഇന്ത്യ ഗവൺമെന്റ് നമ്മൾ പറഞ്ഞു കൂടുതൽ നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട് അല്ലെ, എന്തിനു വേണ്ടിയാ, ഹെൽത്ത് കെയർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. Besides, the government of India taking additional steps to improve health care. Underline ചെയ്തിട്ടേ കേട്ടോ. The government of India taking additional steps to improve health care. Health care improve ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെന്റ് അഡീഷണൽ സ്റ്റെപ്സുകൾ കൈക്കൊണ്ടിട്ടുണ്ട്. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാണ്, the government has from time to time appointed various committees to address the widespread problems in the healthcare sectors. ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങള്, വ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങള്, അതൊക്കെ മനസ്സിലാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട്, പ്രോബ്ലംസ് ഒക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് പല കമ്മിറ്റികള് രൂപീകരിച്ചിട്ടുണ്ട്. അതിനൊരു എക്സാമ്പിൾ ആണ് ആരോഗ്യ മേഖലയിലുള്ള വ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ മനസ്സിലാക്കാനും അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യാ, സർക്കാരിന് കാലാകാലയളവില് എന്ത് ചെയ്യുന്ന പല കമ്മിറ്റികള് അവിടെ രൂപീകരിച്ചിട്ടുണ്ട്.
In addition, അതിന്റെ ഒപ്പം തന്നെ എന്താ, it has established a strong commitment to population control. കണ്ടോ, ഇതിന്റെ ഒപ്പം തന്നെ എന്താ, ഒരു ജനസംഖ്യ നിയന്ത്രിക്കുന്നതിന് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു കുടുംബാസൂത്രണ പരിപാടികള് സ്ഥാപിച്ചിട്ടുണ്ട്. അതിന്റെ ഒപ്പം തന്നെ it has established a strong commitment to population control. Population control ചെയ്യുന്നതിന്, ജനസംഖ്യ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു കുടുംബാസൂത്രണ പരിപാടികളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇൻക്ലൂഡിംഗ് ഏതുൾപ്പെടെയാ, the implementation of family planning program strongest towards controlling the population. ഏതുൾപ്പെടെയാ, ജനസംഖ്യ നമ്മൾ ആ ഒരു കുടുംബാസൂത്രണ പരിപാടികൾ നടപ്പിലാക്കുന്നത് ഉൾപ്പെടെ കേട്ടോ. പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുന്നതിന് ഒരു കുടുംബാസൂത്രണ പരിപാടികൾ നടപ്പിലാക്കുന്നതിന് ഉൾപ്പെടെ എന്ത് ചെയ്യുന്നുണ്ട്, ജനസംഖ്യ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു സ്ട്രോങ് കമ്മിറ്റ്മെന്റ്, ഒരു ശക്തമായ ഒരു പ്രതിബദ്ധത സ്ഥാപിച്ചിട്ടുണ്ട്, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത്രയാണ് ആ ഒരു പാരഗ്രാഫില് പറഞ്ഞേക്കുന്നത്. അതിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്, നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് എന്താ, ഈ പബ്ലിക് സെക്ടർ ഹോസ്പിറ്റല്, പബ്ലിക് സെക്ടറിൽ നമ്മൾ ഹെൽത്ത് സർവീസ് എക്സ്പാൻഡ് ചെയ്തില്ലെങ്കിലും പ്രൈവറ്റ്, കോപ്പറേറ്റീവ്, മറ്റുള്ള നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ഇതെല്ലാം ഹോസ്പിറ്റലുകൾ ആരംഭിച്ചിട്ട് നമുക്ക് പബ്ലിക്കിന് മെഡിക്കൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൈവറ്റ് പാർട്ടികൾ ഹോസ്പിറ്റൽ സ്ഥാപിച്ചതായിട്ട്, കോപ്പറേറ്റീവ്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അപേക്ഷ അല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെല്ലാം ഹോസ്പിറ്റല് ആരംഭിച്ചിട്ട് ഇതിന്റെ പബ്ലിക്കിന് വേണ്ടിയിട്ട് ഒരു മെഡിക്കൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡിസൈഡ് അതിന്റെ ഒപ്പം തന്നെ the government of India is taking additional steps to improve health care. ഇതിന്റെ ഒപ്പം തന്നെ എന്താ, ഇന്ത്യ ഗവൺമെന്റ് ഹെൽത്ത് കെയർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഒരു അഡീഷണൽ സ്റ്റെപ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നടപ്പിലാക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, അതിന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞേക്കുന്നത്, the government has from time to time appointed various committees to address the widespread problem in the healthcare sectors. ആരോഗ്യ മേഖലയില് വ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് കണ്ടെത്താനും അത് മനസ്സിലാക്കാനും പരിഹരിക്കാനും ഒക്കെ എന്ത് കമ്മിറ്റികള് ഈ ഗവൺമെന്റ് രൂപീകരിച്ചിട്ടുണ്ട്. ഓക്കെ, addition അതിന്റെ ഒപ്പം തന്നെ എന്താ, it has established a strong commitment to population control. ആ പോപ്പുലേഷൻ നിയന്ത്രിക്കുന്നതിന്, ജനസംഖ്യ നിയന്ത്രിക്കുന്നതിന് ഒരു ശക്തമായ പ്രതിബദ്ധത സ്ഥാപിച്ചിട്ടുണ്ട്. അതെങ്ങനെയാ, എന്തുൾപ്പെടെയാ, ഇൻക്ലൂഡിംഗ് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ഫാമിലി planning program strongest towards controlling the population. ജനസംഖ്യ നിയന്ത്രിക്കുന്നതിന് ഏറ്റവും ശക്തമായിട്ടുള്ള കുടുംബാസൂത്രണ പരിപാടികൾ നടപ്പിലാക്കുന്നത് ഉൾപ്പെടെ ശക്തമായിട്ടുള്ള ഒരു കുടുംബാസൂത്രണ പരിപാടികൾ നടപ്പിലാക്കുന്നത് ഉൾപ്പെടെ എന്താ, ജനസംഖ്യ നിയന്ത്രിക്കുന്നതിന് ഒരു ശക്തമായ ഒരു പ്രതിബദ്ധത സ്ഥാപിച്ചിട്ടുണ്ട്. ഓക്കെ, അത്രയാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ 1-2 പ്രാവശ്യം ഒന്ന് വായിച്ചു വെക്കാം. അല്ലാതെ ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ ഈ സെക്ഷനിൽ നോക്കുന്ന ഒരു ഹിസ്റ്ററി പോലെ നിങ്ങൾ ഇതൊന്നും മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, എന്താണ് ടൈപ്സ് ഓഫ് ഹോസ്പിറ്റൽ, കുറച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലെ 3ാമത്തെ ചാപ്റ്ററിന്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ പഠിച്ചില്ലേ നിങ്ങൾ? പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് അതിലൊക്കെ കുറച്ച് വരുന്നതാണ് കേട്ടോ. അതാണ് ടൈപ്സ് ഓഫ് ഹോസ്പിറ്റൽസ്. നമുക്ക് നോക്കാം. ടൈപ്സ് ഓഫ് ഹോസ്പിറ്റൽ, പലതരത്തിലുള്ള ആശുപത്രികൾ. There are an extensive variety of classification available in the case of hospital. അതായത് ഹോസ്പിറ്റലുകളുടെ കാര്യത്തില് ഒരു എക്സ്റ്റെൻസീവ് എന്ന് പറഞ്ഞാൽ എന്താ, വിപുലമായ ഒരു വർഗീകരണം ലഭ്യമാണ്, അവൈലബിൾ ആണ്. ഒരു തരത്തിൽ മാത്രമല്ല നമ്മൾ ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. പല രീതിയിൽ നമ്മൾ ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും.
പല രീതിയിലും നമുക്ക് ഹോസ്പിറ്റലുകളെ വർഗീകരിക്കാൻ പറ്റും. അവിടുന്ന് നൽകുന്ന കെയർ അനുസരിച്ച്, ബെഡുകളുടെ അടിസ്ഥാനത്തില്, അപ്പൊ നമ്മൾ അങ്ങനെ പല രീതിയില് സൈസ് അനുസരിച്ച്, ഓണർഷിപ്പ് അനുസരിച്ച്, ഡ്യൂറേഷൻ ഓഫ് ദ സ്റ്റേ അനുസരിച്ച്, അങ്ങനെ പല രീതിയില് നമുക്ക് ഹോസ്പിറ്റലുകളെ വർഗീകരിക്കാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഹോസ്പിറ്റലിന്റെ കാര്യത്തില് ഒരു വിപുലമായിട്ടുള്ള ഒരു വർഗീകരണം ലഭ്യമാണ്. ക്ലാസിഫിക്കേഷൻ, extensive variety of classification available ആണ്. Okay, there are an extensive variety of classification available in the case of hospitals. ഹോസ്പിറ്റലിന്റെ കാര്യത്തില് ഒരു വിപുലമായിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ അവൈലബിൾ ആണ്, ലഭ്യമാണ്. Every classification has a strong base. ഓരോ ക്ലാസിഫിക്കേഷനും ഒരു ശക്തമായ ഒരു ബേസ് ഉണ്ട്. ഓരോന്നും നമ്മൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ പറയുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല. ഓരോ ക്ലാസിഫിക്കേഷനും എന്തുണ്ട്, ഒരു ശക്തമായ ഒരു ബേസ് ഉണ്ട്. The major classification of hospitals are listed below. പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ താഴെ പറഞ്ഞിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് എക്സാമിന് ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് ഓരോന്നിനും ബേസ് ചെയ്തിട്ട് എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ഈ ഒരു സെക്ഷൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് ഓരോന്നും നിങ്ങളത് നോട്ട് ചെയ്തെടുക്കുക, പഠിക്കുക. ഓക്കെ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? ഈ ഹിസ്റ്ററി ഒക്കെ ആയതുകൊണ്ടേ ഞാൻ പറഞ്ഞിട്ട് തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവുണ്ടോന്ന്, അത് നമുക്ക് ഇങ്ങനെ വായിച്ചു പോകാനേ പറ്റുള്ളൂ. ഇവിടെ തുടങ്ങി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഗ്രാൻഡ് വെറൈറ്റി. ഓക്കെ, ഗ്രാൻഡ് എന്നായാലും കുഴപ്പമില്ല, ഒരു വിപുലമായിട്ടുള്ള എന്നുള്ള മീനിങ് തന്നെയാണ് അവിടെ. എക്സ്റ്റെൻസീവ് വെറൈറ്റി എന്ന് പറഞ്ഞാലും ഗ്രാൻഡ് വെറൈറ്റി എന്ന് പറഞ്ഞാലും ശരിയാണ്. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഫോളോ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒക്കെ ഒന്ന് നിങ്ങളൊന്ന് മെസ്സേജ് അയക്കാം കേട്ടോ. പ്രിന്റിൽ വ്യത്യാസം ഉണ്ട് അല്ലെ? കുഴപ്പമില്ല. ഗ്രാൻഡ് എന്നായാലും എക്സ്റ്റെൻസീവ് എന്നാണെങ്കിലും ഓക്കെയാണ്, കറക്റ്റ് ആണ് കേട്ടോ. അത് രണ്ടും ഒരു വിപുലമായിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. നമ്മൾ പല രീതിയിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ പഠിച്ചല്ലോ. ഇവിടെ തുടങ്ങി നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ പഠിക്കണം കേട്ടോ. ഇത്രയും നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളും അതിന്റെ ഹിസ്റ്ററി ആയിട്ട് ഇങ്ങനെ കുറച്ച് പാരഗ്രാഫ് ആയിട്ട് തന്നുള്ളൂ. അത് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി ഇവിടെ തുടങ്ങി ശ്രദ്ധിക്കുക. ടൈപ്സ് ഓഫ് ഹോസ്പിറ്റൽസ് ആണ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ ഒരു സെക്ഷൻ ഓരോന്നിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളോട് ചോദിക്കാം, എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഏതെല്ലാം എന്നൊക്കെ എക്സാമിന് ചോദിക്കാം കേട്ടോ. നമ്മൾ പറഞ്ഞത് എന്താ, ഹോസ്പിറ്റലിന്റെ കാര്യത്തില് നമ്മൾ വിപുലമായിട്ടുള്ള, ഗ്രാൻഡ് എന്ന് പറഞ്ഞാലും ശരിയാണ്, അല്ലെങ്കിൽ എക്സ്റ്റെൻസീവ് വെറൈറ്റി, ഒരു വിപുലമായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ അവൈലബിൾ ആണ്. അത് ഓരോ ക്ലാസിഫിക്കേഷൻ എന്തുണ്ടെന്നാ പറഞ്ഞേക്കുന്നത്, ഹാവ് എ സ്ട്രോങ് ബേസ്. ഓരോ ക്ലാസിഫിക്കേഷനും ഒരു ശക്തമായ ഒരു ബേസ് ഉണ്ട്, ഒരു അടിത്തറയുണ്ട്. അത് എന്തിന്റെ രീതിയിലാന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാം. അതിനെ ബേസ് ചെയ്തിട്ട് ഇന്നതാക്കി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഇപ്പൊ സയൻസിനെ ബേസ് ചെയ്തിട്ട് ഇത്രയായിട്ട്, അല്ലെങ്കിൽ ഓണർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റലുകൾ ഇത്രയാക്കി. അപ്പൊ ഓരോ ക്ലാസിഫിക്കേഷൻ എന്തുണ്ട്, ഒരു സ്ട്രോങ് ബേസ് ഉണ്ട്, ഒരു ശക്തമായ ഒരു അടിസ്ഥാനമുണ്ട്. The major classification of hospitals are listed below. താഴെ നമുക്ക് പ്രധാനപ്പെട്ട ആ ക്ലാസിഫിക്കേഷൻസ് ആണ് പറഞ്ഞേക്കുന്നത്. Okay. The main classifications are ഏതൊക്കെയാണ്? On the basis of service provided. നമുക്ക് അവിടെ നിന്ന് നൽകുന്ന സേവനം, സർവീസ് അനുസരിച്ച് നമുക്ക് ഹോസ്പിറ്റലുകളെ നമുക്ക് എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം? രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ക്ലാസിഫൈ ടു 2. ഏതൊക്കെയാ? ജനറൽ ഹോസ്പിറ്റലും ഉണ്ട്, സ്പെഷ്യൽ ഹോസ്പിറ്റലും ഉണ്ട്. ഇപ്പൊ നിങ്ങൾ പേരുകൾ മാത്രം ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾ പഠിക്കുക, എക്സ്ട്രാ ടൈം എടുക്കണ്ട. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പഠിച്ചു പോകാം. സർവീസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് നൽകുന്ന സേവനത്തിന്റെ അടിസ്ഥാനമാക്കി ഹോസ്പിറ്റലുകളെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? ജനറൽ ഹോസ്പിറ്റലും ഉണ്ട്, സ്പെഷ്യൽ ഹോസ്പിറ്റലും ഉണ്ട്. ഏതൊക്കെയാണ്? ജനറൽ ഹോസ്പിറ്റൽ, സ്പെഷ്യൽ ഹോസ്പിറ്റൽ. അതിന്റെ ഡീറ്റെയിൽ ഇതിന്റെ താഴെ ഉണ്ട് കേട്ടോ. വീണ്ടും ഇത് തന്നെ പറയുന്നത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ പറയാം. ഇപ്പൊ പേരുകൾ മാത്രം ഒന്ന് പഠിച്ചു വെക്കാം. ഏതൊക്കെയാണ്? സർവീസിന് ബേസ് ചെയ്തിട്ട് on the basis of service provided, നമുക്ക് നൽകുന്ന ആ സേവനത്തിന്റെ അടിസ്ഥാനത്തില് നമുക്ക് ഹോസ്പിറ്റലുകളെ രണ്ടായിട്ട് തരംതിരിക്കാം.
ഏതൊക്കെയാണ്? ജനറൽ ഹോസ്പിറ്റൽ, സ്പെഷ്യൽ ഹോസ്പിറ്റൽ. എല്ലാവരും പഠിച്ചില്ലേ? ജനറൽ ഹോസ്പിറ്റലും ഉണ്ട്, സ്പെഷ്യൽ ഹോസ്പിറ്റലും ഉണ്ട്. ഇനി രണ്ടാമത് നോക്കിയേ, ഓൺ ദ ബേസിസ് ഓഫ് സൈസ് ഓർ നമ്പർ ഓഫ് ബെഡ്സ്. ഇതിപ്പോ തന്നെ പഠിക്കണോട്ടെ, മാറിപ്പോവരുതേ. ഇത് നമ്മൾ നോക്കാം. അപ്പൊ നമുക്ക് സർവീസ്, അവർ നൽകുന്ന സർവീസിനെ അടിസ്ഥാനമാക്കിയിട്ട് രണ്ടായിട്ട് തിരിക്കാം. ജനറൽ ഹോസ്പിറ്റൽ, സ്പെഷ്യൽ ഹോസ്പിറ്റൽ. ഓക്കെ. ഇനി രണ്ടാമത് നോക്കിയേ, ഓൺ ദ ബേസിസ് ഓഫ് സൈസ് ഓർ നമ്പർ ഓഫ് ബെഡ്സ്. വലിപ്പം, ഹോസ്പിറ്റലിന്റെ വലിപ്പത്തെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ നമ്പർ ഓഫ് ബെഡ്സ്, ബെഡുകളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കി നമുക്ക് ഹോസ്പിറ്റലുകളെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? റീജിയണൽ ഓർ ടീച്ചിങ് ഹോസ്പിറ്റൽ. റീജിയണൽ എന്ന് പറഞ്ഞാൽ എന്താ? പ്രാദേശിക ആശുപത്രി, റീജിയണൽ ഹോസ്പിറ്റൽ. ഓക്കെ, പ്രാദേശിക ആശുപത്രി. ഓക്കെ, അതിന്റെ താഴെയാണ് ശരിക്കും ആ ഒരു ഓർഡർ ആട്ടോ. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചെഴുതിയതുള്ളൂ, കുഴപ്പമില്ല. റീജിയണൽ ഹോസ്പിറ്റൽ, പ്രാദേശിക ആശുപത്രി. രണ്ടാമത്തെ ഏതാണ്? ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ നമ്മുടെ ജില്ലാ ആശുപത്രികൾ. ഓക്കെ, ജില്ലാ ആശുപത്രികൾ. ദെൻ മൂന്നാമത്തെ റൂറൽ ഹോസ്പിറ്റൽ, റൂറൽ ഗ്രാമീണ ആശുപത്രികൾ. നമ്മുടെ ഗ്രാമപ്രദേശത്തുള്ള ഹോസ്പിറ്റലുകളില്ലേ, റൂറൽ ഹോസ്പിറ്റൽ. ഡീറ്റെയിൽ നമുക്ക് അവിടെ പഠിക്കാം കേട്ടോ. ഇത് കഴിയുമ്പോൾ അപ്പുറത്തെ പേജിൽ ഡീറ്റെയിൽ പഠിക്കരുത്. ഏതൊക്കെയാണ്? സൈസ് ഓർ നമ്പർ ഓഫ് ബെഡ്സ്. On the basis of size or number of beds, hospital can be classified into three. Which are they? ഏതൊക്കെയാണ്? regional hospital, district hospital, rural hospital. പഠിച്ചോ? ഏതൊക്കെയാ? regional hospital, district hospital, rural hospital. Okay. ഇനി മൂന്നാമത്തെ നോക്കിയേ. യെസ്, എല്ലാവരും പഠിച്ചു. ഓക്കെയാണ്. ഇനി ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്. ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഓണർഷിപ്പ് ഉടമസ്ഥാവകാശത്തില്, അല്ലെ? ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തില് നമുക്ക് ഓണർഷിപ്പിനെ ബേസ് ചെയ്തിട്ട് ഹോസ്പിറ്റൽ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 4. 4 ടൈപ്പ് ഉണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്, ഉടമസ്ഥത. ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥത. ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തില് നമുക്ക് ഹോസ്പിറ്റലുകളെ നമുക്ക് എത്രയായിട്ട് നമുക്ക് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാ? പബ്ലിക് ഹോസ്പിറ്റൽ, പൊതുമേഖലാ ആശുപത്രി, പബ്ലിക് ഹോസ്പിറ്റൽ. ഓക്കെ, പബ്ലിക് ആണ്, പൊതു ആശുപത്രി. ഓക്കെ, പൊതു ആശുപത്രി, പബ്ലിക് ഹോസ്പിറ്റലുകൾ. പ്രൈവറ്റ് ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ഹോസ്പിറ്റൽ, സ്വകാര്യ ആശുപത്രി. പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്താണ്? സ്വകാര്യ ആശുപത്രി, സ്വകാര്യ ആശുപത്രി. മൂന്നാമത്തെ നോക്കിയ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽസ്, സഹകരണ ആശുപത്രി. കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽസ്, സഹകരണ ആശുപത്രി. ഫോർത്ത് വൺ ഏതാ? ഹോസ്പിറ്റൽ റണ്ണിംഗ് ബൈ NGO. NGO എന്ന് പറഞ്ഞാൽ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. അവിടെ ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ടോ? എങ്ങാനും എക്സ്പാൻഡഡ് ഫോം ചോദിക്കുകയാണെങ്കിലോ, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. NGO നടത്തുന്ന ഹോസ്പിറ്റലുകൾ. ഓക്കെ, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. ഓക്കെ, NGO നടത്തുന്നത്. ഈ ചാരിറ്റി. ഈ പിന്നെ നിങ്ങൾക്ക് മറ്റേ നമ്മള് നിങ്ങൾക്ക് ചോദിക്കണ പോലെ തന്നെ ഇവിടെ എക്സ്പാൻഡഡ് ഫോമും ഇവിടെ നിങ്ങൾ പഠിച്ചു വെച്ചോ കേട്ടോ. ഓരോന്ന് നമ്മൾ പഠിക്കുമ്പോ നമ്മൾ അതിന്റെ ഒപ്പം തന്നെ എക്സ്പാൻഡഡ് ഫോമും നോട്ട് ചെയ്ത് പോകും കേട്ടോ. NGO, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ. അത് നമ്മൾ ഇതിനകത്ത് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ആണെങ്കിലും എക്സ്പാൻഡഡ് ഫോമും ചോദിച്ച് കാണാറുണ്ട്. അതുകൂടി അന്നു പഠിപ്പിക്കുമ്പോ തന്നെ നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്തിട്ടേക്കുക. പിന്നെ പ്രത്യേകിച്ച് അതിനു വേണ്ടി സമയം കളയേണ്ട ആവശ്യമില്ല. നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പൊ ഓണർഷിപ്പിനെ ബേസ് ചെയ്തിട്ട് ഹോസ്പിറ്റൽ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 4. ഏതൊക്കെയാ? പബ്ലിക് ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ഹോസ്പിറ്റൽ, കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റണ്ണിംഗ് ബൈ NGO. NGO നടത്തുന്ന ഹോസ്പിറ്റലുകൾ. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ. On the basis of duration of stay,
on the basis of duration of stay. നമ്മുടെ അത് സ്റ്റേ ചെയ്യുന്ന ഒരു താമസ കാലാവധിയുടെ അടിസ്ഥാനത്തില് ആ സ്റ്റേ ചെയ്യുന്ന ഡ്യൂറേഷൻ അനുസരിച്ച് നമുക്ക് അതിന് ബേസ് ചെയ്തിട്ട് നമുക്ക് എത്രയാ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചായിരുന്നില്ലേ? ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റലിൽ പറഞ്ഞു പോയതല്ലേ? ലോങ് ഡ്യൂറേഷൻ ഹോസ്പിറ്റൽ, ഷോർട്ട് ഡ്യൂറേഷൻ ഹോസ്പിറ്റൽ. എന്നാലും ഡീറ്റെയിൽ പഠിക്കണ്ട കേട്ടോ, പേജിൽ പഠിക്കണ്ട. ലോങ് ഡ്യൂറേഷൻ ഹോസ്പിറ്റൽസ്, ഷോർട്ട് ഡ്യൂറേഷൻ ഹോസ്പിറ്റൽസ്. On the basis of duration of stay, hospital can be classified into two. Long duration hospitals, short duration hospitals. Okay, the last one. Classification. Then last one, on the basis of system of medicine. നമുക്ക് അത് വൈദ്യശാസ്ത്ര വ്യവസ്ഥയുടെ അടിസ്ഥാനത്തില്, the basis of system of medicine, ചികിത്സയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഹോസ്പിറ്റലിനെ രണ്ടായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? അലോപ്പതിക് ഹോസ്പിറ്റൽ, ആയുഷ് ഹോസ്പിറ്റൽ. അലോപ്പതിക് ഹോസ്പിറ്റൽ, ആയുഷ് ഹോസ്പിറ്റൽ. ഏതാണ് ആയുഷിന്റെ എക്സ്പാൻഡഡ് ഫോം അറിയോ നിങ്ങൾക്ക്? ആയുഷ് എന്താണ് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ആയുഷ് ഏതൊക്കെയാണ്? ആയുർവേദ. ഓക്കെ, വെരി ഗുഡ്. യോഗ ആൻഡ് നാച്ചുറോപ്പതി. യുനാനി. പിന്നെ ഏതാ? യു പറഞ്ഞു അല്ലെ? യുനാനി. എസ് എന്ന് പറഞ്ഞാൽ സിദ്ധ. എച്ച് ഹോമിയോപ്പതി. ഓക്കെ, അത് എക്സ്പാൻഡഡ് ഫോം അവിടെ പഠിക്കാനുണ്ട് കേട്ടോ. ആയുഷ് ഹോസ്പിറ്റലിന്റെ ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി. ഓക്കെ, അങ്ങനെ നമ്മൾക്ക് ആ മെഡിസിൻ നമ്മൾ നൽകുന്ന ആ ചികിത്സയുടെ അടിസ്ഥാനത്തിൽ അലോപ്പതിക് ഹോസ്പിറ്റലും ഉണ്ട്, ആയുഷ് ഹോസ്പിറ്റലും ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ? ഓക്കെ അല്ലേ? നമുക്ക് നൽകുന്ന സർവീസിനെ ബേസ് ചെയ്തിട്ട് ടു ആയിട്ട് തിരിക്കാം. ജനറൽ ഹോസ്പിറ്റൽ, സ്പെഷ്യൽ ഹോസ്പിറ്റൽ. ബേസിസ് ഓഫ് സൈസ് ഓഫ് നമ്പർ ഓഫ് ബെഡ്സ് ആണെങ്കിൽ നമുക്ക് റീജിയണൽ ഹോസ്പിറ്റൽ ഉണ്ട്, റൂറൽ ഹോസ്പിറ്റൽ ഉണ്ട്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ഉണ്ട്. ബേസിസ് ഓഫ് ഓണർഷിപ്പ്, ഉടമസ്ഥാവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഫോറായിട്ട് എസ് എന്ന് പറഞ്ഞ സിദ്ധയാണ് കേട്ടോ. സിദ്ധ അത് ഡീറ്റെയിൽ പറയാം കേട്ടോ, നമുക്ക് അത് എടുക്കുമ്പോൾ പറഞ്ഞു പോകാം. സിദ്ധ. ബേസിസ് ഓഫ് ഓണർഷിപ്പ്, പബ്ലിക് ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ഹോസ്പിറ്റൽ, കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റണ്ണിംഗ് ബൈ NGO. On the basis of duration of stay, ഇതാണ് ലോങ് ഡ്യൂറേഷൻ ഹോസ്പിറ്റൽ. Then short duration hospital, ദീർഘകാല ആശുപത്രികളും ഹ്രസ്വകാല ആശുപത്രികളും. Then on the basis of system of medicine, നമുക്ക് അവിടുത്തെ ആ ചികിത്സ വൈദ്യശാസ്ത്ര വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഹോസ്പിറ്റലുകളെ again നമുക്ക് ടു ആയിട്ട് തന്നെ ക്ലാസിഫൈ ചെയ്യാം. അലോപ്പതിക് ഉണ്ട്, ആയുഷ് ഹോസ്പിറ്റലും ഉണ്ട്. അത് പഠിച്ചു വെക്കണം കേട്ടോ. ഏതിന്റെ ബേസിലാണെന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് ആൻസർ എഴുതാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ നമ്മൾ പഠിക്കാൻ പോണേ. ഓൺ ദ ബേസിസ് ഓഫ് സർവീസ് പ്രൊവൈഡഡ്, അവിടെ നിന്ന് നമുക്ക് നൽകുന്ന സർവീസ് അടിസ്ഥാനത്തില് നമുക്ക് ഹോസ്പിറ്റലുകളെ നമ്മൾ പറഞ്ഞ് രണ്ടായിട്ട് തിരിക്കാം. ജനറൽ ഹോസ്പിറ്റൽ ഉണ്ട്, സ്പെഷ്യൽ ഹോസ്പിറ്റൽ ഉണ്ട്. ഓക്കെ, ജനറൽ ഹോസ്പിറ്റൽ, സ്പെഷ്യൽ ഹോസ്പിറ്റൽ. ഓക്കെ, എ ഹോസ്പിറ്റൽ ഓഫേഴ്സ് എ ഗാലക്സി ഓഫ് സർവീസ്. ഗാലക്സി എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? എന്താ? ഗ്രൂപ്പ്, ഒരു കൂട്ടം. ടു ദ എൻഡ് കസ്റ്റമേഴ്സ് അല്ലെ? ഒരു കൂട്ടം സർവീസാണ് നമുക്ക് കിട്ടുന്നത്. ഒരു സർവീസ് മാത്രമല്ല, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇത് മാത്രമല്ല, എല്ലാ സർവീസും അല്ലെ? ഒരു കൂട്ടം സർവീസ് ആണ് നമുക്ക് എൻഡ് കസ്റ്റമേഴ്സിന് നമുക്ക് കിട്ടുന്നത്. ഇതാണ് ഈ ജനറൽ ഹോസ്പിറ്റലിൽ പറയുന്നത്. ഹോസ്പിറ്റൽ ഓഫേഴ്സ് എന്ത് ഓഫർ ചെയ്യാന്ന് വെച്ചാൽ വാഗ്ദാനം ചെയ്യുക അല്ലെ? എ ഗ്രൂപ്പ് ഓഫ് സർവീസസ് ടു ദ എൻഡ് കസ്റ്റമർ. ഒരു കൂട്ടം സർവീസുകളാണ് അവിടെ കിട്ടുന്നത്. All services may not be applicable in every hospital. Okay, എല്ലാ സർവീസും നമുക്ക് എല്ലാ ഹോസ്പിറ്റലിലും ആപ്ലിക്കബിൾ അല്ല അല്ലെ? ഓരോ സ്പെഷ്യൽ ഇതുണ്ടാവും. എല്ലാ സർവീസും നമുക്ക് എല്ലാ ഹോസ്പിറ്റലിലും നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? ആപ്ലിക്കബിൾ അല്ല. അപ്പൊ നമ്മൾ ചില ഹോസ്പിറ്റൽ സ്പെഷ്യൽ ഹോസ്പിറ്റലുകൾക്ക് ഉണ്ടല്ലോ, അപ്പൊ അതിന് സ്പെഷ്യൽ നമ്മൾ കാണണമെങ്കിൽ ആ ഒരു സർവീസ് തരുന്ന ഇതിൽ പോയാൽ മതി. നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ സർവീസും may not be applicable in every hospital. എല്ലാ ഹോസ്പിറ്റലിലും ആപ്ലിക്കബിൾ അല്ല.
This quality make it easier to visit different hospitals. ഈ ക്വാളിറ്റി ആണ് നമുക്ക് എന്താക്കുന്നത്, നമുക്ക് ആ ഹോസ്പിറ്റല് പല ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യാൻ നമുക്ക് എളുപ്പമാക്കുന്നത് അല്ലെ. ഇപ്പൊ നമുക്ക് ഏത് സർവീസാ വേണ്ടത്, ആ സർവീസ് തരുന്ന ഹോസ്പിറ്റലിൽ പോവാം അല്ലെ. അപ്പൊ ആ ഹോസ്പിറ്റലിന്റെ ആ ക്വാളിറ്റി ആണ് നമുക്ക് എന്താക്കുന്നത്, നമുക്ക് ആ പല ഹോസ്പിറ്റലുകൾ ഏത് ഹോസ്പിറ്റൽ ചൂസ് ചെയ്യണം, അങ്ങനെ അതനുസരിച്ച് നമുക്ക് വിസിറ്റ് ചെയ്യാനായിട്ട് പല ഹോസ്പിറ്റല് വിസിറ്റ് ചെയ്യാൻ നമുക്ക് ഈസി ആക്കുന്നത്. On the basis of service provided, the hospital are classified into two. അതിനകത്ത് ഇനി വീണ്ടും നമ്മളെ ജനറൽ ഹോസ്പിറ്റലിൽ മാത്രം പറയാണ് കേട്ടോ. ഇത് രണ്ടിന്റെ കോമൺ ആയിട്ട് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഒരു കൂട്ടം സർവീസുകൾ ഹോസ്പിറ്റലിൽ നൽകുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ എല്ലാ ഹോസ്പിറ്റലിലും നമുക്ക് എല്ലാ സർവീസും കിട്ടും. എല്ലാ ഹോസ്പിറ്റലിലും എല്ലാ സർവീസും ആപ്ലിക്കബിൾ അല്ല പറഞ്ഞിരിക്കുന്നത്. ഓൾ സർവീസ് മേ നോട്ട് ബി ആപ്ലിക്കബിൾ ഇൻ എവരി ഹോസ്പിറ്റൽ. ഇപ്പൊ നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ കണ്ണിന് മാത്രം അവിടെ ഉള്ളൂ അല്ലെ. കണ്ണിനെ സംബന്ധിച്ച് എന്ത് ട്രീറ്റ്മെന്റും അവിടെ ചെയ്യും അല്ലെ. അപ്പൊ എന്ന് പറഞ്ഞാൽ എല്ലാ സർവീസും നമുക്ക് എല്ലാ ഹോസ്പിറ്റലിലും ആപ്ലിക്കബിൾ അല്ല. ഇപ്പൊ നമുക്ക് ഓരോ രോഗങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മളോട് ആ അതിന് സ്പെഷ്യലൈസ് ചെയ്ത ഹോസ്പിറ്റലിൽ കാണാൻ പറയും അല്ലെ. ഇപ്പൊ ന്യൂറോന്റെ വെരി ഗുഡ്, ശരിയാണ് പറയുന്നത് കേട്ടോ. ന്യൂറോന്റെ ആണെങ്കിൽ നമ്മുടെ ന്യൂറോ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർ ആ ഒരു ഹോസ്പിറ്റലിൽ കാണണം. അതായിരിക്കും കുറച്ച് നമുക്ക് ബെറ്റർ. എല്ലാം നോക്കുന്നതിനേക്കാളും ഓരോന്നിനെയും സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കെയർ കിട്ടും അല്ലെ. അതിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ഇവിടെ പറഞ്ഞേക്കുന്നത് എല്ലാ സർവീസും നമുക്ക് എല്ലാ ഹോസ്പിറ്റലിലും ആപ്ലിക്കബിൾ അല്ല. ഇതാണ് ഈ ക്വാളിറ്റി ആണ് നമുക്ക് പല ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യാൻ എളുപ്പമാക്കുന്നത് അല്ലേ. അങ്ങനെ ഓരോ സ്പെഷ്യൽ ഹോസ്പിറ്റലുകൾ നമുക്ക് എന്താ അസുഖം അല്ലെങ്കിൽ നമുക്ക് ഏത് ഹോസ്പിറ്റലിൽ കാണണ്ടേ, അപ്പൊ അങ്ങനെ ഓരോ സ്പെഷ്യൽ ഹോസ്പിറ്റൽ ഉള്ളത് നമുക്ക് ആ ഹോസ്പിറ്റലിൽ പെട്ടെന്ന് ചേരാം. നമുക്കറിയാം ഇന്ന ഫെസിലിറ്റി എവിടെയുള്ളത്, അല്ലെങ്കിൽ അതിന് സ്പെഷ്യലൈസ് ചെയ്ത ഹോസ്പിറ്റൽ ഏതാന്ന് വെച്ചാൽ നമുക്ക് അങ്ങോട്ട് പോയാൽ മതി അല്ലേ. നമുക്ക് ആ ഒരു സെക്ഷനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പോയാൽ മതി. അത് നമുക്ക് പേഷ്യൻസിന് നല്ല ട്രീറ്റ്മെന്റ് കിട്ടുന്നതിന് ബെറ്റർ ആണ്, നല്ലൊരു ചോയ്സ് ആണ് അത് അങ്ങനെയുള്ളത്. അപ്പൊ ആ ഒരു ക്വാളിറ്റി ആണ് നമുക്ക് എന്താകുന്നത്, make it easier to visit different hospital. പല ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യാൻ നമുക്ക് എളുപ്പമാക്കി തരുന്നത്. ഇനി on the basis of service provided, the hospital are classified into two. അവിടെ ലഭിക്കുന്ന സർവീസ്, ഹോസ്പിറ്റലിന് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിനെ ബേസ് ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ നമ്മൾ രണ്ടായിട്ട് തിരിക്കാമെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? ജനറൽ ഹോസ്പിറ്റലുണ്ട്, സ്പെഷ്യൽ ഹോസ്പിറ്റലുണ്ട്. ഇനി അതിനകത്ത് ജനറൽ ഹോസ്പിറ്റലിൽ എന്താ പറയുന്നത് നോക്കിയേ. ദീസ് ആർ ദ ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽ. അതിനകത്ത് നിങ്ങളെ ആ പാരഗ്രാഫില് നമുക്കൊന്ന് വേണമെങ്കിൽ അത് നോട്ട് ചെയ്തിടാം. ഓക്കെ, ഹോസ്പിറ്റലില് നമുക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് സർവീസ് നമുക്ക് എന്റെ കസ്റ്റമേഴ്സിന് കിട്ടുന്നുണ്ട്. അണ്ടർലൈൻ ചെയ്തിട്ട് a hospital offers a large services to end customers. ഇതാണ് a galaxy, a group of services to the end customer. അത് അടുത്ത സെന്റൻസ് കൂടി നോക്കിയേ. നെക്സ്റ്റ് ഇതിന്റെ എല്ലാം അടുത്ത നോക്കിയേ. This quality make it easier to visit different hospitals. ഈ ക്വാളിറ്റി ആണ് നമുക്ക് പല ഹോസ്പിറ്റല് വിസിറ്റ് ചെയ്യാൻ എളുപ്പമാക്കി തരുന്നത്. അത് രണ്ട് സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്തിട്ടേ കേട്ടോ. ഇനി നോക്കിയേ, നമുക്കപ്പോ രണ്ടായിട്ട് തിരിക്കാന്ന് പറഞ്ഞു. അതിന്റെ ഫസ്റ്റ് ജനറൽ ഹോസ്പിറ്റൽ ആണ്. ഇനി ജനറൽ ഹോസ്പിറ്റൽ എന്താ? ദീസ് ആർ ദ ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽ വെയർ ഡിഫറെന്റ് സ്പെഷ്യലിസ്റ്റ് സർവീസസ് ആർ. സ്പെഷ്യലൈസ്ഡ് എന്നാണ് കേട്ടോ, അതൊന്ന് കറക്റ്റ് ചെയ്തേക്കാം. There are the type of hospital where different specialized, specialized specialized services are provided to both the adult and children under the same roof. കണ്ടോ, ഒരു റൂഫ്, അതായത് ഒരു കുടയുടെ കീഴില്
അതായത് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നമുക്ക് അഡൽറ്റിനായാലും പ്രായമായവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും എന്താ പല സർവീസുകൾ അവിടെ ലഭിക്കുന്നുണ്ട്. ഈ ജനറൽ ഹോസ്പിറ്റലിൽ, ജനറൽ ആശുപത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ അഡൽറ്റിനായിട്ടാണെങ്കിലും കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഒരു കുടക്കീഴില്, അതായത് ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പല ഡിഫറെന്റ് സ്പെഷ്യലൈസ്ഡ് സർവീസസ് പല തരത്തിലുള്ള സർവീസുകൾ ആ ഒറ്റ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഏതൊക്കെ ഇൻക്ലൂഡിങ് ഏതൊക്കെ മെഡിക്കൽ ആയിട്ടുള്ളത്, ചികിത്സാപരമായിട്ടുള്ളത്. ഇനി അടുത്തത് സർജറി സംബന്ധമായിട്ടുള്ളത്, പീഡിയാട്രിക് എന്താ പീഡിയാട്രിക് പഠിച്ചിട്ടുണ്ടല്ലോ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റില്. കുട്ടികളുടെ അല്ലെ ബേബീസിനെയൊക്കെ. ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ദാറ്റ് ഡീൽസ് വിത്ത് ചിൽഡ്രൻ ആൻഡ് ഡിസീസ്. കുട്ടികളുടെ രോഗം, ശിശുരോഗ ചികിത്സാ വിഭാഗം പഠിച്ചതല്ലേ നിങ്ങൾ ഡിപ്പാർട്ട്മെന്റ്സിൽ പഠിച്ചതല്ലേ? പീഡിയാട്രിക് പഠിച്ചതാണ് അല്ലെ? ശിശുരോഗ ചികിത്സാ വിഭാഗം പീഡിയാട്രിക്. ശിശുരോഗ ചികിത്സാ വിഭാഗം കുട്ടികളും അവരുടെ രോഗങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യുന്ന സെക്ഷൻ പീഡിയാട്രിക്. കാർഡിയോളജി എന്താ? ഇതിനെ കുറിച്ചുള്ളതാ ഹാർട്ട്. ഓക്കെ, ഹാർട്ട് ഡിസീസ് ആൻഡ് അബ്നോർമാലിറ്റീസ് ഓഫ് ഹാർട്ട് ആണ്. ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ദാറ്റ് ഡീൽസ് വിത്ത് ഡിസീസ് ആൻഡ് അബ്നോർമാലിറ്റീസ് ഓഫ് ഹാർട്ട്. ഹൃദയത്തിനെ വരുന്ന ഹാർട്ട് ഡിസീസുകൾ, അതിന്റെ അബ്നോർമാലിറ്റി, ഇതൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു മെഡിസിന്റെ ബ്രാഞ്ച്. ഇതാണ് കാർഡിയോളജി. പിന്നെ ഡെർമറ്റോളജി. ഡെർമറ്റോളജി എന്താ? ഓക്കെ, വെരി ഗുഡ്. ഇതൊക്കെ എല്ലാവരും പഠിച്ചിരിക്കുന്ന അല്ലെ? സ്കിന്ന്. ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ദാറ്റ് ഡീൽസ് വിത്ത് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് സ്കിൻ ഡിസോർഡേഴ്സ്. അല്ലെ? സ്കിൻ ഇതൊക്കെ ഉള്ള ആ ഒരു വിഭാഗമാണ്. സ്കിന്നിന്റെ രോഗങ്ങള് ഇതൊക്കെ വരുന്ന ഒരു സെക്ഷൻ. ഇതാണ് ഡെർമറ്റോളജി. ഓർത്തോപീഡിയാട്രിക്. എന്താ ഓർത്തോപീഡിയാട്രിക് എന്ന് പറഞ്ഞാൽ? ബോൺസ്, എല്ലുകളെ കുറിച്ചൊക്കെ അല്ലെ? ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ദാറ്റ് ഡീൽസ് വിത്ത് ഇഞ്ചുറീസ് ആൻഡ് ഡിസീസ് ഓഫ് ദ ബോൺസ് ഓർ മസിൽസ്. ഇതിന്റെയൊക്കെ രോഗങ്ങള് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സെക്ഷൻ ഓർത്തോപീഡിയാട്രിക്സ് ആൻഡ് ഒഫ്താൽമോളജി. ഒഫ്താൽമോളജി എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത കണ്ണ്. ഓക്കെ, നേത്ര രോഗങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് മെഡിസിൻ. Branch of medicine that deals with the condition, the medical condition relating to eye. കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന, കണ്ണിന് എന്തെങ്കിലും പറ്റി, നമുക്ക് ഒരു മുറിവുണ്ടായി, കണ്ണിന് ഒരു അസ്വസ്ഥത തോന്നി, നമ്മൾ നേരെ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകും. ഒഫ്താൽമോളജി. ആ സെക്ഷനുകളും നമ്മളൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ഓൾറെഡി. ആ ക്ലാസിഫിക്കേഷനിൽ എല്ലാ സെക്ഷനുകളിലും നിങ്ങൾ കടന്നു പോയതാണ്. അപ്പോ ഇങ്ങനെയുള്ള എല്ലാ സ്പെഷ്യൽ സർവീസുകളും തരുന്ന, ഇങ്ങനെയുള്ള എല്ലാ നമുക്ക് സർവീസ് തരുന്ന ഹോസ്പിറ്റലാണ് ഇത് ജനറൽ ഹോസ്പിറ്റൽ. മെഡിക്കൽ കോളേജ് ഒക്കെ ഇല്ലേ, അത് മെഡിക്കൽ കോളേജുകൾ ജനറൽ ഹോസ്പിറ്റൽ. ക്ലിയർ ആണോ? അപ്പൊ അത് നോക്കാട്ടോ. ഇതിനകത്ത് ഏത് ഹോസ്പിറ്റലാന്ന് ചോദിക്കാട്ടോ. അപ്പൊ അതിനകത്ത് ഡിഫറെന്റ് specialized services are provided to both adult and children under the same roof. എല്ലാ സർവീസുകളും തരുന്ന ഹോസ്പിറ്റൽ ഏതാണ്? ജനറൽ ഹോസ്പിറ്റൽ. ഓപ്ഷൻസ് തരാം. ജനറൽ ഹോസ്പിറ്റലിനും സ്പെഷ്യൽ ഹോസ്പിറ്റലിനും തരാം. ബോത്ത് എ ആൻഡ് ബി തരാം. വേണമെങ്കിൽ നൺ ഓഫ് ദ എബോവ് 4 ഓപ്ഷൻ കൊടുക്കാം. ഗ്രൂപ്പ് ഓഫ് സർവീസസ് ആണ്, ഒരു കൂട്ടം സർവീസ് കിട്ടുകയാണ്. ഡിഫറെന്റ് സ്പെഷ്യലൈസ്ഡ് സർവീസസ്. നമ്മൾ പറഞ്ഞു ഇതെല്ലാം ഒറ്റ ഹോസ്പിറ്റലിൽ നമുക്ക് കിട്ടും. മെഡിക്കൽ ആയിട്ട് സർജറി, പീഡിയാട്രിക്, കാർഡിയോളജി, ഡെർമറ്റോളജി, ഓർത്തോപീഡിയാട്രിക് ആൻഡ് ഒഫ്താൽമോളജി. ഇനി രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അറിയാലോ നിങ്ങൾക്ക്. ചോദ്യം ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ അറിയാം. അടുത്തതാണ് സ്പെഷ്യൽ ഹോസ്പിറ്റൽ. അതറിയാലോ, ഒരു സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽ ആണ് അല്ലെ? ഏതെങ്കിലും ഒന്നിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റൽ ആയിരിക്കും. These hospitals deals with a specific category of disease. കണ്ടോ, ഒരു പ്രത്യേക കാറ്റഗറിയിലുള്ള രോഗങ്ങളെ ഡീൽ ചെയ്യുന്ന ഹോസ്പിറ്റൽ. എക്സാമ്പിൾ കണ്ടോ, ഐ ഹോസ്പിറ്റൽ. കണ്ണിന്റെ ഐ ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്നാൽ വേറെ ട്രീറ്റ്മെന്റ് ഒന്നും കണ്ടില്ല. കണ്ണുമായിട്ട് എന്ത് ബന്ധപ്പെട്ട് വരുന്ന എന്ത് രോഗങ്ങളാണെങ്കിലും അവിടെ ട്രീറ്റ് ചെയ്യും അല്ലെ?
അപ്പൊ അതിന് പ്രത്യേകമാണ് ഐ ഹോസ്പിറ്റൽ. ഇവിടെ കണ്ണിന്റെ കാര്യങ്ങൾ മാത്രമേ നോക്കുള്ളൂ. ഹോസ്പിറ്റൽ ഓഫ് കാർഡിയാക് ഡിസീസ്, കാർഡിയാക് ഡിസീസ് മറ്റുള്ളതാണെങ്കിൽ അങ്ങനെയുള്ള ഇതുവരെയാണ് നമുക്ക് ആ സ്പെഷ്യൽ ഹോസ്പിറ്റലിൽ പോകാം അല്ലെ. അപ്പൊ അതിനകത്ത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട് അതിനകത്ത് അവിടെയൊക്കെ. അപ്പൊ അതിനെ ഫോക്കസ് ചെയ്ത് പഠിച്ചേക്കുന്നത്. അപ്പൊ കുറച്ചും കൂടി നമുക്ക് അതിൽ ആ ഒരു സെക്ഷനിൽ കെയർ കിട്ടും അങ്ങനെ. പിന്നെ ENT ഹോസ്പിറ്റൽ, അതൊക്കെ സ്പെഷ്യൽ ഹോസ്പിറ്റലാണ്. ഐ ഹോസ്പിറ്റൽ എക്സാമ്പിൾ ആട്ടോ, അത് നോട്ട് ചെയ്യാം. ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. ദീസ് ഹോസ്പിറ്റൽസ് ഡീൽ വിത്ത് സ്പെസിഫിക് കാറ്റഗറി ഓഫ് ഡിസീസ്, ഒരു പ്രത്യേക കാറ്റഗറിയിലുള്ള രോഗങ്ങളെ മാത്രം ചികിത്സിക്കുന്ന ആ ഒരു ഹോസ്പിറ്റൽ അതാണ് സ്പെഷ്യൽ ഹോസ്പിറ്റൽ. ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ ഓഫ് കാർഡിയാക് ഡിസീസ്, ENT ഹോസ്പിറ്റൽ. ഓക്കെ, ഇനി അടുത്തത് ഒരെണ്ണം കൂടി നമുക്ക് പറയാം. ഓൺ ദ ബേസിസ് ഓഫ് സൈസ് ഓർ നമ്പർ ഓഫ് ബെഡ്സ്, ഹോസ്പിറ്റലിന്റെ വലിപ്പത്തെ അല്ലെങ്കിൽ ആ ബെഡുകളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കി ഹോസ്പിറ്റലിൽ നമുക്ക് എത്രയായിട്ട് തിരിക്കാന്ന് പറഞ്ഞേ, 3ആയിട്ട് തിരിക്കാം. റീജിയണൽ ഹോസ്പിറ്റൽ ഉണ്ട്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ഉണ്ട്, റൂറൽ ഹോസ്പിറ്റൽ ഉണ്ട്. പ്രാദേശിക ആശുപത്രി, ജില്ലാ ആശുപത്രി. സ്പീഡ് കൂടുതലാണോ ടോമേ? ഇത് നിങ്ങൾ പഠിച്ചതല്ലേ? ഞാൻ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത്, 2-3 പ്രാവശ്യം അല്ല, അതിൽ കൂടുതൽ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ഇത് നിങ്ങൾ പഠിച്ചതായത് കൊണ്ടാണ് കേട്ടോ, പഠിച്ചതാണ്. ഇത് നോട്ട് ചെയ്തില്ലേ നിങ്ങള്? ഓക്കെ ആണെന്നൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. എന്തെറ്റി? ഞാൻ സാധാരണ ഏറ്റവും സ്പീഡ് കുറച്ചെടുക്കണ ഒരാളാണ്. എന്റെ പിള്ളേരോട് ചോദിച്ചറിയാം, 586 പിള്ളേരോടൊക്കെ. ഇപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചേക്കുന്ന കാര്യമായതുകൊണ്ടാണ്. നിങ്ങൾക്ക് അത് ക്ലിയർ അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. നമുക്ക് ഇത് ബേസിസ് ക്ലാസിഫിക്കേഷൻ ചെയ്തൊക്കെ വെറുതെ വായിച്ചാൽ മതിയല്ലോ. പിന്നെ അതിനകത്ത് ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചത് അവിടെ നിന്ന് കിട്ടുന്ന സർവീസ് അനുസരിച്ച് നോ പ്രോബ്ലം. ഓക്കെ, എന്റെ വ്യക്തിയും പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും അവിടെ നിന്ന് നമുക്ക് ക്ലിയർ ആണല്ലോ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന സർവീസിനനുസരിച്ച് നമുക്കറിയാം എത്രയായിട്ട് തിരിച്ചു. ജനറൽ ഹോസ്പിറ്റലുണ്ട്, സ്പെഷ്യൽ ഹോസ്പിറ്റലുണ്ട്. അപ്പൊ ഈ ജനറൽ ഹോസ്പിറ്റലിൽ എന്താ ചെയ്യുന്നേ? അവിടെ ഒരു ഗ്രൂപ്പ് സർവീസ് നമുക്ക് ഡിഫറെന്റ് സ്പെഷ്യലൈസ്ഡ് സർവീസ് അവിടെ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ. അത് അഡൽറ്റിന് ആയിക്കോട്ടെ, ചിൽഡ്രൻ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നമുക്ക് എന്താണ് ഡിഫറെന്റ് സ്പെഷ്യലൈസ്ഡ് സർവീസ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. പല തരത്തിലുള്ള സേവനം നമുക്ക് കിട്ടും. അതിനകത്ത് ഉൾപ്പെടുന്നത് ഏതാണ്? ബോത്ത് അഡൽറ്റ് ആൻഡ് ചിൽഡ്രൻ അണ്ടർ ദ സെയിം റൂഫ് അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ നമുക്ക് എല്ലാ സെക്ഷനും കാണാൻ പറ്റും. ഏതാണെങ്കിലും പല തരത്തിലുള്ള സ്പെഷ്യലൈസ്ഡ് സർവീസ് ആണ് അവിടെ കിട്ടുന്നത്. അത് ഏതൊക്കെ വരാം? മെഡിക്കല്, ചികിത്സാ സംബന്ധമായിട്ട് വരാം. ഇനി അത് സർജറി ആണെങ്കിൽ വരാം. പീഡിയാട്രിക്, കുട്ടികളെ കാണിക്കുന്നത്, അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഇനി അതൊന്നും വേണ്ടല്ലോ. പീഡിയാട്രിക് ശിശുരോഗ ഇതിനകത്ത് കാണണമെങ്കിൽ അങ്ങനെ കാണാം. ഹൃദയത്തിന്റെ കാർഡിയോളജി, ഹാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത അസുഖങ്ങളാണെങ്കിൽ അത് കാണാം. ഡെർമറ്റോളജി, എന്താണ് ത്വക്ക്, സ്കിന്നുമായിട്ട് റിലേറ്റ് ചെയ്ത രോഗങ്ങളാണെങ്കിൽ അത് കാണാം. ഓർത്തോപീഡിയാട്രിക്സ്, അതായത് ഓർത്തോപീഡിയാട്രിക്സ് ബോൺസ് അല്ലെ, ബോൺസ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത എന്തെങ്കിലും രോഗങ്ങൾ അത് അവിടെ കാണാം. കണ്ണിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓഫ്താൽമോളജി. ഇങ്ങനെയുള്ള എല്ലാ സർവീസും നമുക്കൊരു ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടും. അതാണ് ജനറൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? മനസ്സിലായവർക്ക് വീണ്ടും ബോറടിക്കും അല്ലെ? വീണ്ടും പറയട്ടെ. ഓക്കെ, വെരി ഗുഡ്. ഇങ്ങനെയുള്ള എല്ലാ സർവീസും നമുക്ക് ഒരു കുടക്കീഴില്, അതാണ് പറഞ്ഞിരിക്കുന്നത്, സെയിം റൂഫ് അല്ലെ, അണ്ടർ ദ സെയിം റൂഫ്, ഒറ്റ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള സേവനവും നമുക്ക് കിട്ടും. ഇതെല്ലാം ഒരു ഇതിനകത്ത് വരും. ഇനി രണ്ടാമത് പറഞ്ഞത് ഏതാണ്? സ്പെഷ്യൽ ഹോസ്പിറ്റൽ. പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാലോ, ഒരു സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽ ആയിരിക്കും. ഇപ്പൊ നമുക്കിപ്പോ കണ്ണിന് എന്തെങ്കിലും വന്നു, അപ്പൊ എനിക്ക് ആ ഒരു ഐ ഹോസ്പിറ്റലിൽ പോയാൽ മതി അല്ലെ. അപ്പൊ അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്ത ഒരു ഹോസ്പിറ്റൽ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ കണ്ണിന്റെ സെക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ചെന്ന് കാണാനും, അതില് ആ ഒരു സെക്ഷനിൽ ഒരു ഹോസ്പിറ്റല് കണ്ണിന് മാത്രം നോക്കാൻ വേണ്ടി ഇരിക്കുന്നതാണ് അല്ലെ. പലതൊന്നും കൂടി കുഴച്ച് കിടക്കുന്നില്ല, കണ്ണിന് മാത്രമേ നോക്കുള്ളൂ. അപ്പൊ അതിനകത്ത് പല പല ടെക്നോളജികള്, അതിനകത്ത് അത്രയും അറിവുള്ള ഡോക്ടേഴ്സ് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്കാണെങ്കിൽ ഒരു രോഗം ഇതെന്തെങ്കിലും വന്നു, അപ്പൊ അതിനകത്ത് നമ്മള് എന്താണെന്ന് ഒരു പ്രത്യേക സെക്ഷന് കാണാൻ പറയില്ലേ അല്ലെ. അതിനെ കോൺസെൻട്രേറ്റ് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യും.
അപ്പൊ കുറച്ചും കൂടി എന്തിനു വേണ്ടി അങ്ങനെ ചെയ്യുന്നേ? കുറച്ചും കൂടി നമുക്ക് ട്രീറ്റ്മെന്റ് ബെറ്റർ ആയിട്ട് കിട്ടുന്നല്ലേ. അവിടെ എന്ന് പറഞ്ഞാൽ അതിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ചികിത്സാ രീതിയാണ് കിട്ടുന്നത്. അപ്പൊ കുറച്ചും കൂടി പേഷ്യൻസിന് നല്ല കെയർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാ, ബെറ്റർ ട്രീറ്റ്മെന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ളത് സ്പെഷ്യൽ ഹോസ്പിറ്റലുകൾ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്? ദീസ് ഹോസ്പിറ്റൽസ് ഡീൽസ് വിത്ത് സ്പെസിഫിക് കാറ്റഗറി ഓഫ് ഡിസീസ്. പല കാറ്റഗറിയിലുള്ള രോഗങ്ങളെ ഡീൽ ചെയ്യാണ് ചെയ്യുന്നത്. ഏതൊക്കെയാ? ഐ ഹോസ്പിറ്റല്, then hospitals of cardiac disease, ENT hospital. അങ്ങനെ പ്രത്യേക ഹോസ്പിറ്റൽ ഉണ്ടാവും. ഇനി ഇത്രയും ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറഞ്ഞത് ഓൺ ദ ബേസിസ് ഓഫ് സൈസ് ഓഫ് നമ്പർ ഓഫ് ബെഡ്സ്. ഇനി ബെഡിന്റെ അടിസ്ഥാനത്തില് അല്ലെങ്കിൽ നമുക്ക് ആ ഹോസ്പിറ്റലിന്റെ വലിപ്പമില്ലേ, സൈസ് ഓർ നമ്പർ ഓഫ് ബെഡ്, സൈസിന്റെയോ അല്ലെങ്കിൽ ബെഡ്സിന്റെയോ എണ്ണത്തിന്റെ അടിസ്ഥാനത്തില് നമുക്ക് ഹോസ്പിറ്റലിനെ മൂന്നായിട്ട് തിരിക്കാം. ഏതൊക്കെയാ? റീജിയണൽ ഹോസ്പിറ്റൽ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, മൂന്നാമത്തെ ഏതാണ്? റൂറൽ ഹോസ്പിറ്റൽ. എന്താണ് കേട്ടോ? മതി, ജസ്റ്റ് ആ പേരുകൾ മാത്രം ഒന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. 27 അപ്പൊ അതിനെ വീണ്ടും നമുക്ക് സൈസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ബെഡ്സിന്റെ അടിസ്ഥാനത്തിൽ എന്താണ്? റീജിയണൽ ഹോസ്പിറ്റൽ ഉണ്ട്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ഉണ്ട്, റൂറൽ ഹോസ്പിറ്റൽ ഉണ്ട്. ബാക്കിക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കിയാൽ മതി. കുറച്ചല്ലേ, നിങ്ങൾക്കറിയാലോ 2 പേജ് ജസ്റ്റ് നമ്മൾ കവർ ചെയ്യും. 2 പേജും എടുത്തില്ല, കുറെ പടായിരുന്നു, പിന്നെ കുറച്ച് ടൈം കിട്ടില്ല. ഫുഡ് പോലെ അടുത്ത ക്ലാസ്സിൽ കയറണം അല്ലെ? എത്ര മണിക്കാണ്? എനിക്ക് 1:30ക്കല്ലേ ക്ലാസ്? 1 മണിക്കൂർ ഇന്നട്ടോ ഫുഡ് കഴിക്കോ? ആണോ ടോമേ? 1 മണിക്കൂർ ഇന്ന് കഴിക്കോ? ടാബ്ലറ്റ് കഴിച്ചിട്ട് കഴിക്കാനാണ്. ഓക്കെ, മാക്സിമം നമ്മള് ഇപ്പൊ നിങ്ങൾക്ക് ആദ്യം എടുത്തില്ല, കുറച്ചേ എടുത്തുള്ളൂ. നമുക്ക് ആ 1 മണിക്കൂറിന് 1:30ക്ക് ക്ലാസ് ഉണ്ട്. ഓക്കെ, അത് മനസ്സിലായി. അതുകൊണ്ടാണ് പറഞ്ഞത് അധികം എടുക്കുന്നില്ല. നിങ്ങൾക്ക് എക്സാം നടക്കുകയാണ്. പിന്നെ ഈ ക്ലാസ് കഴിഞ്ഞ് നെക്സ്റ്റ് നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിലും കയറുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് അധികം ക്ലാസ്സുകൾ എടുത്തിട്ടില്ല. എനിക്ക് നോക്കിയാൽ തന്നെ അറിയാം, ആകെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇവിടെ തുടങ്ങിയല്ലേ നമ്മൾ എടുത്തോളൂ. ഈ ഒരു പേജ് എടുത്തു, അതിനകത്ത് കുറച്ച് പടം പോയി, പിന്നെ അതിനകത്ത് ക്ലാസിഫിക്കേഷൻ, ഇത് നിങ്ങൾക്ക് അറിയാം, ഇതൊരു ഇതില്ല. പിന്നെ അത് തന്നെ എത്രയും എടുത്തുള്ളൂ നമ്മള്. ഓക്കെ, അപ്പൊ ഇതെന്നാ അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, ബൈ. ഓക്കെ, താങ്ക് യു.